ഒന്നേ ഉള്ളൂ. തിരിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടേനി റൂമില്. ഇവിടെ ഇതിന്റെ ഉള്ളില് വായിൽ തുറന്നിട്ടില്ല. അവ തിരിഞ്ഞൊരു നോട്ടം ഞങ്ങളെ. അതില് പിന്നെ ആ പേടിച്ച് ഞങ്ങളങ്ങോട്ട് മാറി പിന്നെ അതങ്ങോട്ട് പോയി. ഞങ്ങള് ഇങ്ങോട്ട് പോണം നോക്കട്ടെ വെച്ചിട്ട് വാതിൽ തുറന്നപ്പോണ്ട് ഒന്നും കൂടി ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇവിടെ മുറ്റത്ത് വാതിലോട്ട് തുറക്കുക. ഇവിടുന്ന് ഏകദേശം ഇവിടെ അടുത്തെത്താൻ നേരത്തെ തന്നെ ഈ കമ്പിലും ജില്ലയിലൊക്കെ ചവിട്ടുന്ന ഒരു സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കി. പിന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ഓടത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കറിയാം വയനാട് ജില്ലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒത്തിരി എപ്പിസോഡ്, അതായത് വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആന, കടുവ പോലെയുള്ള മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനലിൽ കൂടെ ചെയ്തിരുന്നു. ഇപ്പോൾ ആനയൊക്കെ ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇപ്പോൾ റോട്ടിലൂടെയും അതുപോലെ തന്നെ ജനവാസ മേഖലയിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിലും ഉള്ളത്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് മൂന്നാറിലും ഇടുക്കിയുടെ പല ഭാഗങ്ങളിലൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വയനാട്ടിലും ഇതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ വയനാട് ജില്ലയുടെ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓടത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്നലെ രാത്രി, ഞാനിപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ് സംസാരിക്കുന്നത്, തിങ്കളാഴ്ച രാത്രി ഒരു 8:30 ഒരാന ഒരു വീടിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ പൊളിച്ച് വീടിൻ്റെ മുറ്റത്തോടെ നടന്ന് വളരെ ഭീകരമായൊരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു കാട്ടാന നടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വീടിന് മുൻപിൽ കൂടെയാണ് ആ ഒരു ആന പോകുന്നത്. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം പോലും അല്ല. ഇപ്പോൾ ഞാനീ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ, എങ്ങും വീടുകളുള്ള, അതുപോലെ തന്നെ മറ്റ് തേയിലക്കാടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഏതായാലും ആ ഒരു ദൃശ്യം ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോവാം. എന്നിട്ട് ആ ഒരു അവരോട് നേരിട്ട് നമുക്ക് അവരുടെ ഒരു അനുഭവമൊക്കെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. ഈ ഒരു താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു വഴിക്കുള്ള വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. റോട്ടിൽ നിന്ന് ഇതെല്ലാം ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന റോഡാണ്. എങ്ങും വീടുകളുള്ള സ്ഥലങ്ങളാണ്. അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തേയിലക്കാടുണ്ട്. ബാക്കി എല്ലായിടത്തും അപ്പുറം ഒക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ആ വീട്ടിലുള്ള ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളൊന്ന് ആ വീഡിയോയിൽ കാണുന്ന ലൈറ്റ് ഓഫ് ആക്കുന്ന വീട് ഇതാണ്. അതുപോലെ തന്നെ ആന വീടിന് മുറ്റത്തോടെ നടന്നു പോകുന്നുണ്ടല്ലോ, ആ ഒരു വീട് ഇതാണ്. അപ്പുറം ഒക്കെ വീടുകളുള്ള സ്ഥലമാണ്. ഈ വീടിൻ്റെ മുറ്റത്തോടെയാണ് ആന പോയത്. നമുക്ക് ഏതായാലും അവരോട് തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ ഒരു ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചവിട്ടി മറിച്ചിട്ടാണ് ആന വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഫെൻസിങ് പൊട്ടിച്ച് ഇതിലെയാണ് ആന വന്നത്. ആ ഒരു അതിലെ വന്നിട്ട് ഈ ഫെൻസിങ് ഇതിങ്ങനെ ചവിട്ടി വലിച്ച് ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെയാണ് ആന പോയിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നാണ് ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. കണ്ടാൽ നമുക്കൊട്ടും ഒരു തോന്നുന്നില്ല ഇങ്ങനെ ഇതിലെ ഒരു ആനയൊക്കെ കടന്നു പോകുമെന്നൊക്കെ. എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയെന്നൊക്കെ ആലോചിച്ച് നോക്കണ്ട. ഈ സാധനമൊക്കെ പൊട്ടിപ്പോയതാണ്. ഇതൊക്കെ ഇവിടെ കിടക്കുന്നു.
അതുപോലെ തന്നെ അതിൻ്റെ ഫെൻസിങ് പൊട്ടി, ഇതാ സാധനങ്ങളൊക്കെ പൊട്ടി ഇവിടെ കിടക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഇരുന്ന ഫെൻസിങ്ങാണ്. കണ്ടോ, ചുറ്റും ഫെൻസിങ് ഉണ്ടായിരുന്നതാണ്. അത് ആന ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് നിയാസ്. നിങ്ങളാണോ മറ്റേ വീഡിയോ? വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാനാണ്. ഇത് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് സംഭവം? ഇന്നലെ രാത്രി ഒരു 8:45-9 മണിയോട് അടുപ്പിച്ചിട്ടാണ് വന്നത്. അല്ല, ഇതിന് മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ അത് അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു വന്നത്. ഇപ്രാവശ്യം ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഈ രണ്ട് പ്രാവശ്യം വന്നത് എത്ര നാൾ മുന്നെയാ? അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ആണല്ലേ? ഇതിന് ഈ ഇന്നലെ വന്നതിനും തൊട്ട് മുന്നേ എന്നാ വന്നേ? അതൊരു 5-6 മാസം ആയി കാണും. 5-6 മാസം. സ്ഥിരം അങ്ങനെ വരുന്ന ആനയല്ല. ഈ ആന തന്നെയാണ് കഴിഞ്ഞ 2 പ്രാവശ്യം വന്നത്. അതിന് കറക്റ്റ് വഴി അറിയാം. ആ ആന തന്നെയാണ് വന്നത്. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വിദേശത്താണ്. ഇവിടെ വീട്ടിലുള്ളവർ കണ്ടിട്ടുണ്ട്. ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്നതാണല്ലോ ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഗേറ്റ് തുറന്ന് ഞാൻ പുറത്തായിരുന്നു ഇന്നലെ. അപ്പോൾ പുറത്തുനിന്ന് വന്ന് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ അയൽവാസി വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തില്ല. അപ്പോൾ വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവിടെ തൊട്ടപ്പുറത്തുള്ളവർ കണ്ടിട്ടുണ്ട്. അവരെ മുറ്റത്തൂടെ അവരുടെ തോട്ടത്തിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഗേറ്റ് പോയി. ഗേറ്റ് അടച്ചിട്ടിരുന്നെങ്കിൽ ഗേറ്റ് പിന്നെ ചവിട്ടി പൊളിച്ചേനെ. കാരണം കഴിഞ്ഞ 2 തവണ അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്താൽ അവിടുന്ന് ഇങ്ങോട്ട് തുറക്കാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ടാണ് ഗേറ്റിനൊന്നും പറ്റാഞ്ഞത്. ഇവിടെ നമ്മുടെ വേലി പിന്നെ പൊളിച്ചിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മളത് ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം പിന്നെയും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് 6 മാസം മുന്നേ വന്ന? അതെ, 5-6 മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താ വീടുകളാണോ എന്താ? ഇവിടെ ഇങ്ങോട്ട് തോട്ടാണ്, അതിന്റെ മുകളിലോട്ട് വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് ഫോറസ്റ്റ് ആണ്. അവിടെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിന്റെ ചോടയുണ്ട്. താഴെ ഉണ്ടാവുള്ളൂ. 1 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. അല്ല, ഇതിങ്ങനെ വീടിന്റെ മുറ്റത്തോടെ ഇത്രയും വലിയ ആദ്യം ആരാ കണ്ടേ? ആദ്യം ഞാൻ തന്നെ കണ്ടത്. ഞങ്ങൾ 3 ആളും കൂടെ പുറത്ത് നിന്ന് ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഒച്ച കേട്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഇവിടെ അടുത്തെത്താൻ നേരത്തെ തന്നെ ഈ കമ്പിലും ജില്ലയിലൊക്കെ ചവിട്ടുന്ന ഒരു സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കി. പിന്നെ അവിടുന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ പിന്നെ പാസ് ചെയ്ത് പോകുന്നത് വീഡിയോ. മുറ്റത്ത് ഇവിടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നു. അവിടെ അതേപോലെ കാറും ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ല. അങ്ങനെ പാസ് ചെയ്ത് പോയി. സാധാരണ പാസ് ചെയ്ത് പോകുന്ന വഴിയാണ്, അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ ഇറങ്ങി വെച്ചിട്ട് നേരെ താഴേക്ക് പോയത്? നേരെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടാണ് പോയത്. അവിടുന്ന് അങ്ങോട്ടല്ല. പിന്നെ അതിലങ്ങനെ ആ തേയിലത്തോട്ടത്തേക്ക് അങ്ങനെ 2 ആനകളുണ്ടായിരുന്നു. ഒന്നാണ് ഇതിലെ പാസ് ചെയ്തത്. ഒന്ന് പിന്നെ ഇതിലെ പോയി പരിചയമില്ലാത്തതുകൊണ്ട് നേരെ താഴോട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ 2ഉം കൂടെ പിന്നെ ഫോറസ്റ്റുകാർ വന്നു. 2നും കൂടെ അങ്ങോട്ട് തേയിലത്തോട്ടത്തേക്ക് ഇതാക്കിയിട്ട് പിന്നെ അങ്ങനെ അതിലെന്നെ കയറ്റി. ചക്ക ഉണ്ട്. ചക്ക ഇതിന് മുമ്പ് വന്നപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ താഴെയുള്ള വീട്ടിലൊക്കെ ചക്ക ഉണ്ട്. അതെ അതെ. ഇങ്ങനെ ഈ ഇത്ര വലിയ ആനയൊക്കെ വലിയ ആനയായിരുന്നു അല്ലേ? വലിയ ആനയായിരുന്നു. ഇത് ഇത്ര വലിയ ആനയൊക്കെ വീണ്ടും മുറ്റത്തോടെ പാസ് ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഇല്ല, കുട്ടികളൊക്കെ ഇല്ലേ? ചെറിയ കുട്ടികളുണ്ട്. പിന്നെ പേടിയാണ്. ഇതുവരെ 2-3 വട്ടം പോയത് കൊണ്ടും ഇതുവരെ ആരും ഉപദ്രവിക്കാത്തത് കൊണ്ടും നമുക്ക് ഇത്ര ടെൻഷനായി തോന്നിയിട്ടില്ല, പേടിയായി തോന്നിയിട്ടില്ല. ഇതാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷയം ഇതിന്റെ ഗൗരവം മാറുന്നത്. വണ്ടിക്കൊന്നും പറ്റിയില്ല? ഇല്ല, വണ്ടിക്കും വേറെ കേടുപാടുകളൊന്നുമില്ല. ജസ്റ്റ് ഇല്ലല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇതിലെ പാസ് ചെയ്ത് പോയതുള്ളൂ. ഈ വേലി പൊളിച്ചു, അത്രേ ഉള്ളൂ. ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ഫോറസ്റ്റുകാർ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ വന്നു. എല്ലാവരും വന്നു, ഏകദേശം എല്ലാവരും വന്നു. പിന്നെ അവരൊന്നും പറഞ്ഞതൊന്നുമില്ല. അവർ പിന്നെ ഇത് പടക്കം പൊട്ടിച്ചു. പിന്നെ ഇവിടുന്ന് തുരത്താനുള്ള പരിപാടികൾ നോക്കി. നഷ്ടപരിഹാരത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ഒരു പരാതിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ആന ഈ വീടിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതാ ഇവിടെയുള്ള ഒരു തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഈ ഒരു തെങ്ങയിൽ ആന ചെറിയ പണിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരൊക്കെ ഒച്ച ഉണ്ടാക്കിയതിന് ശേഷം പുള്ളി ഇവിടുന്ന് പോയിന്ന് പറഞ്ഞ് ഇങ്ങനെ നേരെ താഴേക്ക് ഇറങ്ങി പോയിന്ന് പറഞ്ഞ്. അവിടെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം തേയിലത്തോട്ടവും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം വീടുകളും അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കിവിടെ തൊട്ടപ്പുറത്തൊരു വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
അതായത് ഒരു ഭീകര ദൃശ്യങ്ങൾ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ളൊരു വീടിൻ്റെ മുറ്റത്തോടെയാണ് ആന നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു വീടിൻ്റെ മുറ്റത്ത് കുറേ കാൽപ്പാടുകളും ഒക്കെ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് ആന ഇറങ്ങിപ്പോയ വഴി കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതുണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ആന ഇറങ്ങി ഈ പറമ്പിൽ കൂടെയാണ് ഇപ്പം നമ്മൾ കണ്ട ആ വീടിൻ്റെ മുറ്റത്തോട്ട് പോയത്. ഇവിടെയൊക്കെ തെന്നിപ്പോയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ ഈ വീടിൻ്റെ മുറ്റം നിങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലാവും. കംപ്ലീറ്റ് കാൽപ്പാടാട്ടോ. ഈ വീടിൻ്റെ മുറ്റത്തോടെയാണ് ആന പോയത്. ഒക്കെ കല്ലും കാര്യങ്ങളൊക്കെ താർത്തിട്ടുണ്ട്. ഉണ്ടോ ഈ വീടിൻ്റെ ഉണ്ടോ വലിയ കാൽപ്പാടാട്ടോ. വീടിൻ്റെ മുറ്റം മൊത്തം കംപ്ലീറ്റ് നേർത്തിട്ടുണ്ട്. വീട് മൊത്തം കുഴിഞ്ഞു കേട്ടോ. വീടിൻ്റെ മുറ്റം കംപ്ലീറ്റ് കുളമാക്കി. ഉണ്ടോ എന്തോരം കാൽപ്പാടാന്ന് നോക്കി. വീടിൻ്റെ മുമ്പിൽ ഞാൻ ഈ ഒരു വഴിക്കാണ് ആന വന്നിരിക്കുന്നത്. തൊട്ടപ്പുറം നിങ്ങൾക്ക് കാണാം അവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ട്. അതിലേ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ വീടിൻ്റെ മുറ്റത്തോടെ വന്ന് ഇങ്ങനെ ഇതാണ് കാൽപ്പാട് കേട്ടോ. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇവിടെ മുറ്റം മൊത്തം താർന്നു കേട്ടോ. വലിയ കുഴിയായിപ്പോയി. ആ കുഴിയായിപ്പോയി ഒരു കല്ലെടുത്തിട്ടിരിക്കുന്നതായി കാണുന്നു. ഇത് എത്ര മണിക്കാണ് രാത്രി ഉമ്മ ഇതിലെ ആന പോയത്? രാത്രി ഒരു 8 മണി 8:15 ഉണ്ടാവും. 8:15 ആയിട്ടുണ്ടാവും. ഇവിടുന്ന് അപ്പുറത്തെ ആ വീട്ടിലേക്ക് പോയത്? ഇതിലേന് പോയത്. മോന് ഈ റൂമിൽ ഇപ്പുറത്തെ ഈ കൊലയിലുള്ള റൂമില് പിന്നെ ഫോണ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജനലിന്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ടുണ്ട് ഉമ്മച്ചിയെന്നാണ് വിളിക്കണത്. കണ്ട് ആ വെളിച്ചുണ്ട് ലൈറ്റ് ഇട്ട് നമ്മള് കടന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോ ഞങ്ങള് എന്താന്ന് വെച്ചാൽ വന്ന് ജനലിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ ആനതാന്നിപ്പോ നോക്കുമ്പോ അവിടെ നിക്കണ്ട ആന. അവിടെ എത്തിക്കണ്. വലിയ ആനയാണ്. കൊമ്പുള്ള വലിയ കൊമ്പനാ. അവിടെ നിക്കാണ്. അവിടെ നിക്കാല് ഞാൻ മൂപ്പരോട് പറഞ്ഞ് പിന്നെ നിങ്ങള് വീഡിയോ എടുക്കിന്ന് പറഞ്ഞപ്പോ അവിടെ അവിടുന്ന് തിരിഞ്ഞ് ഞങ്ങളാ ജനലിനോട് കൂടെ നോട്ടോ തിരിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിന് റൂമില്. ഇവിടെ ഇതിന്റെ ഉള്ളില് വായിൽ തുറന്നിട്ടില്ല. അവ തിരിഞ്ഞൊരു നോട്ടം ഞങ്ങളെ. അതില് പിന്നെ ഞങ്ങളാ പേടിച്ച് പിന്നെ ഞങ്ങളങ്ങോട്ട് മാറി പിന്നെ അതങ്ങോട്ട് പോയി. ഞങ്ങള് ഇങ്ങോട്ട് പോണം നോക്കട്ടെ വെച്ചിട്ട് വാതിൽ തുറന്നപ്പോ ഉണ്ട് ഒന്നും കൂടി ഇവിടെ 2 ഉണ്ടായിരുന്നു. 2 ഉണ്ട്. ഒന്ന് ഇവിടെ മുറ്റത്ത് വാതിലോട്ട് തുറക്കുക. അതാണ്. അപ്പൊ ഇവിടെ ഉണ്ട് ഒന്നും കൂടി നിക്കണ്. അപ്പൊ ആ പേടിച്ച് ഞങ്ങൾ വാതിലടച്ച് ഉള്ളിൽ കയറി. അല്ല, ഒന്ന് കൊമ്പ് മുന്നിൽ ഉള്ളത്. മറ്റേന് കൊമ്പില്ല. എന്നിട്ട് അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. 2 വലിയതാ. നമ്മൾ പൊരന്റെ ഇതില് ഉയരത്തില് അങ്ങനെ ഇത്ര ഹൈറ്റില് തോന്നുന്നുണ്ട്. വലിയ ആന മണ്ണില് കുളിച്ചിട്ട് അങ്ങോട്ട് മണ്ണ് കുത്തിയിട്ട് ഇതായി വരാൻ തോന്നുന്നു. ആ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അപ്പൊ തന്നെ വിളിച്ചവർക്ക് ഇതിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിന്റെ മുറ്റത്ത് കൂടെ പോവല്. അവിടുന്ന് കേറി വരികയാണെങ്കിൽ ഇതിലേ പോവല്. അപ്പൊ അവര് വിളിക്കും. അതിലെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ പിന്നെ 2 ആഴ്ച മഴക്കാലത്തിന് ചക്കയും തെരഞ്ഞു വരുന്നുണ്ട്. ചക്ക കളഞ്ഞ് ഞങ്ങൾ ഇതാ ഒരുപാട് പ്ലാവുണ്ടായിരുന്നു ഇവിടെ ഒക്കെ മുറിച്ചതാ പേടിച്ചിട്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഇത് പേടിച്ചിട്ട് ഒരു 3-4 മാസം ഞങ്ങൾ മുറിച്ച് കളഞ്ഞതാ. അപ്പൊ നോക്കുമ്പോ അവിടെ ഒക്കെ കണ്ടിട്ട് ഇതിൽ തന്നെ പോയ വഴിയായിട്ട് ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. ആ വഴി അറിയണോണ്ട് പിന്നെയും തെരഞ്ഞു വരികയാണ്. ഇതിലെ തന്നെ ആ 1 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഇപ്പൊ 2 ആഴ്ച മുന്നൊന്ന് വന്നേ. ആ പഴയ കാൽപ്പാടാണ് ഇപ്പൊ ഇത് ഇടക്കുള്ളത്. ഞങ്ങള് 2 ആഴ്ച മുന്നേ വന്നേ. അന്ന് ഇതേപോലെ അപ്പുറത്ത് ഇതിന്റെ അപ്പുറത്തുള്ള തോട്ടത്ത് പോയി 2 ചക്കൊക്കെ പറിച്ച് തിന്ന് നേരം വെളുക്കോളം എന്ന് പറഞ്ഞാൽ 3 മണി 4 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കി പോയി. ഞങ്ങൾ പിന്നെ ഇന്നലെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചാൻ പാട് അപ്പുറത്തെ വീട്ടിക്ക് വിളിച്ച് അങ്ങനെ വരുന്നുണ്ട്. മുറ്റത്ത് അതിലായിരിക്കും വരും കേട്ടോ. അപ്പൊ പറഞ്ഞ എന്നാ അങ്ങോട്ട് ഇതിലെ പോകുന്നുണ്ടെങ്കിൽ അതിലെ വരും. എന്നിട്ട് ഓല് നോക്കി നിന്ന് ഓലാണ് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത്. അപ്പൊ ഓല് ഒന്നിനെ കാണുന്നില്ലല്ലോ, ഒന്ന് വന്നിട്ടുള്ളൂ പറഞ്ഞു. ഒന്ന് താഴേക്കിറങ്ങി പോയിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കാണുന്നില്ല. എവിടേക്കാ പോയത് ഒരു ഇതുമില്ല. അങ്ങനെ ഫോറസ്റ്റുകാർക്ക് വിളിച്ചു പറഞ്ഞു. ഒരു 5-6 ആൾക്കാർ ഉണ്ടായിരുന്നു. ഓര് വിളിച്ച് ഇതിലൊക്കെ ടോർച്ച് കളിച്ച് കൂക്കിയും പടക്കം പൊട്ടിച്ചും ഒക്കെ കുറേ ഇതിലൊക്കെ തെരഞ്ഞു തന്നു. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇതിലങ്ങനെ കുറേ കഥ. പിന്നെ അതിലെ ആ ചായത്തോളത്ത് കൂടെ കയറിയിട്ടാ പോയതും തോന്നുന്നുണ്ട്.
അപ്പുറത്തെ ആ ചായത്തോട്ടത്തിൽ കൂടി കേറിയിട്ട് ഭയങ്കര ശല്യം പറയാണ്ടോ. വീടിന്റെ നേരെ അതാണേ ഒന്നും പറ്റാത്തോണ്ട് ഇപ്പൊ ഒന്നുമില്ലേ. അതാണ് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഓടിന്റെ അല്ലേ നമുക്കൊരു പേടിയാണ്. ഇപ്പൊ വലിയെന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലാന്നറിയോ. ഇവിടെ അതാക്കണ ആ ഇതിമൊക്കെ നിറച്ച് മണ്ണുണ്ടായിരുന്നു. നമ്മളെ കറണ്ടിന്റെ വയറാണിത്. മണ്ണ് ഇതായി വന്നിട്ടേ ആ ഫോറസ്റ്റുകാർ വന്നപ്പോ പറഞ്ഞു അതൊക്കെ നല്ലോണം ഇതായിക്കണല്ലോ, പൊട്ടിക്കാഞ്ഞ് നന്നായി. അതന്നെ പോരോ അതുകൊണ്ട് ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇതായി പോരുകയാണെങ്കിൽ പോസ്റ്റ് അടക്കം പോരും ചെയ്യും. അങ്ങനെ അതാണ് ഇനിയിപ്പോ ഒന്നും വരുമോ എന്താന്ന് അറിയില്ല. ഇപ്പൊ ഈ പോക്കിന് ഒരു വീട്ടിലും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പുള്ളി. ഇല്ലല്ല, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വയറ്റ് പേടിച്ചാല് ഇതാവും, പേടിപ്പിച്ചാല് ഒരു ഇതാവും എന്ന് പറഞ്ഞേക്ക് ഫോറസ്റ്റുകാരനെ പറയുന്നുണ്ട്. പേടിപ്പിച്ചാ ഒരു തിരിയുന്ന് ഇല്ലേലും അതിന് എന്തായാലും ഇത് തോന്നി കഴിഞ്ഞാൽ മതിലൊക്കെ പൊളിച്ചു ആ മതിലൊന്നും ഒന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മതിലും വെയിലും ഒന്നുമില്ല. അവർക്ക് അതൊക്കെ പൊളിച്ചതായി വരും. ഫോറസ്റ്റുകാർ ഇവിടെ വന്നായിരുന്നോ? ആ ഫോറസ്റ്റുകാർ വന്നിരുന്നു. ഒരു 5-6 ആൾക്കാരുണ്ട്. പിന്നെ ഒക്കെ ഒന്നും അങ്ങോട്ട് പോകും ഒന്നും ഇങ്ങോട്ട് പോലും കുറേ മഴയും ആറ്റുങ്ങൾ ഇടങ്ങാറായിക്കണ്. എന്നിട്ട് പിന്നെ അതിലെ ചായത്തോട്ടത്തിൽ കൂടെ കേറിയിട്ടാണ് കൊണ്ടുപോയിക്കണത്. മുറ്റം മൊത്തം ഒരുമാതിരി ചന്ദ്രനിലേക്ക് എന്താണ് എങ്ങനെ ഇതെന്ന് ശരിയായി കിട്ടുകയെന്നറിയില്ല. ആ ഇതിങ്ങനെ വരുന്നതാണ് ഇനിയും വരും. ഇനിയും വരും എന്നുള്ള പേടിയാ. മാങ്ങ ഒക്കെ നിങ്ങൾ നേരത്തെ പറിച്ചായിരുന്നല്ലേ? മാങ്ങ അല്ല പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒക്കെ കുലുക്കി തള്ളിടും. നമുക്ക് പേടി ഒന്നാമെന്ന് വെച്ചാൽ അതിലേറ്റ് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മളെ ഇതിന്റെ ടാങ്ക് അതൊക്കെ പൊളിഞ്ഞു പോലും. അമ്മാതിരി ഇതുള്ള സാധനമാണ്, വലിയതാണ്. പോരനേലും ഉയരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീടിന്റെ മേലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ പേടിച്ചു വീണ്. കാണുന്നുണ്ടല്ലോ വീടിന്റെ മുറ്റം കിടക്കുന്ന ഈ കോലത്തിലാക്കി കേട്ടോ വെച്ചിരിക്കുന്നത്. കിണർ പോലെ ആയിട്ടുണ്ടോ. ഏതായാലും നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുവാണ്. ഇഷ്ടം പോലെ നശിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. ഇവിടെ വന്ന് ഏതായാലും സ്റ്റെപ്പ് കയറാതെ ഉണ്ടോ ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി അങ്ങനെ ആ വഴി കൂടെ പോയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട വീട്ടിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആന ആ വീടിൻ്റെ മുറ്റത്തോടെ പോകുന്ന ആ ഭീകര ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എത്ര ഭീകരമായ അവസ്ഥയല്ലേ. ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ജനവാസ കേന്ദ്രങ്ങളുടെ മധ്യത്തിലൂടെ ആന ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ വളരെ കൂളായിട്ട് ആന ഇതിലെ പോവുക എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം എന്താ പറയുക ആനകൾക്ക് പേടിയില്ലാണ്ടായി. പിന്നെ ആരും ഒന്നും ചെയ്യുകയില്ല എന്നുള്ള ഒരു ധൈര്യമായി. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പേടിച്ച് ജീവിച്ചോളുക എന്നുള്ള ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ഇതൊരു ഒട്ടും ശരിയുള്ള ഒരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാ വീടുകളിലും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആനകളെ ഇത്തരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കുന്നത് തന്നെ വലിയ അബദ്ധമാണ്. അപ്പോൾ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പല സ്ഥലത്തും ഇല്ല. ഉള്ളത് പലതും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പണ്ട് പാശായി കിടന്നിട്ടും പണി ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് വനവും ജനവാസ കേന്ദ്രങ്ങളും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ദുരിതത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ വന്ന ആന തന്നെയാണെന്നാണ് ഇവർ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ചക്ക പറിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഒന്ന് ചക്കയൊക്കെ പറിച്ച് തിന്നിരുന്നു. അതേ ആന തന്നെ വീണ്ടും ചക്ക സീസൺ ആയപ്പോഴത്തേക്കും അതേ വഴിക്ക് തന്നെ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ മതിലും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ മതിൽ പൊളിച്ച് ആ ഒരു വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ആലോചിക്കുക. അതിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ വഴിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ആന ആ മതിൽ പൊളിച്ചാണ് വന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ വീട്ടിലെ മറ്റ് എന്താ പറയുക വണ്ടികൾക്കോ വീടിന് തന്നെ കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ രാത്രി ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നേരെ ആനയുടെ മുമ്പിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.